പ്രൊഡ്യൂസർ ഈ സ്ക്രിപ്റ്റുമായിട്ട് പോവുക. അപ്പോൾ പുള്ളി വായിച്ചിട്ട് ഇതിപ്പോഴും എനിക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എന്തോ എന്താണെന്ന് അറിയത്തില്ല. അപ്പം ആദ്യം പറഞ്ഞാണ്, ആദ്യം പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ അങ്ങനെ അതുകൊണ്ടാണ് ഈ പ്രോജക്റ്റ് മൂവ് ചെയ്യാനുള്ള കാരണം. രാവിലെ 4-5 മണിക്ക് എണീക്കുക, ചാർട്ട് ചെയ്യുക, അത് ചെയ്യുക, മറ്റേ ചെയ്യുക, മറിച്ച് ചെയ്യുക, എല്ലാം രാത്രി 12 മണി 1 മണിയാകുമ്പോഴത്തേക്ക് അവന് ഫുഡും കൊടുക്കില്ല, എന്നാൽ ഒരു ശരിക്കുള്ള ശമ്പളം കൊടുക്കുമോ അതുമില്ല. എല്ലാ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാണ്. ഒരു തീർത്ഥയാത്രയായിരുന്നു 30 ചില വർഷങ്ങളോളം അല്ലേ. ഒരു വലിയൊരു സ്വപ്നവുമായിട്ട് ഡയറക്ടർ ആവുക എന്നുള്ള സ്വപ്നവുമായിട്ട് അവസാനം എത്തി നിൽക്കുന്ന ഇന്ത്യൻസിനെ വെച്ചൊരു ജമാലിൻ്റെ അല്ലേ പുഞ്ചിരി അല്ലേ ആ പടം എടുത്ത് സംവിധായകനായി. അപ്പം ഞാൻ ഒരു കുസൃതി ചോദ്യം ചോദിക്കുമോ, എന്തായാലും ഒരു സൂപ്പർ സ്റ്റാറിനെ വെച്ച് ഒരു പ്രധാന നടനെ വെച്ചൊരു സിനിമ എടുത്തുമായിരുന്നു? അല്ല, അങ്ങനെ ആഗ്രഹം ഉണ്ടായാൽ മാത്രം പോരല്ലോ. എല്ലാവർക്കും എല്ലാ ഡയറക്ടേഴ്സിനും സൂപ്പർ സ്റ്റാർസിനെ വെച്ച് സിനിമ എടുക്കണമെന്ന് എല്ലാ ഡയറക്ടേഴ്സിനും ആഗ്രഹം ഉണ്ടാകും. പക്ഷേ അവിടേക്ക് ചെന്ന് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അത് ഒരു പക്ഷേ നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരിക്കും. കാരണം ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ അടുത്ത് പോകണേ അവരുടെ കീഴിൽ 2-3 ആൾക്കാർ കാണും. ഇപ്പം മോഹൻലാലിൻ്റെ അവിടെ കഥ പറയാൻ പോകണമെങ്കിൽ പുള്ളിയുടെ പിന്നെ ആൻ്റണി, അങ്ങനെ ഒരുപാട് പേര് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താം. അതെ, അങ്ങനെ ഒരുപാട് കടമ്പകൾ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവരെ അടുത്ത് എത്താൻ പറ്റുള്ളൂ. പിന്നെ ചിലപ്പോൾ അപൂർവം ചില ആൾക്കാർ ഇപ്പം ഞാൻ അറിയില്ല, പറഞ്ഞു കേട്ടിട്ടുള്ള മമ്മൂട്ടി ഒരുപാട് പുതിയ ഡയറക്ടേഴ്സിന് പിന്നെ അവസരം കൊടുക്കുന്നുണ്ട്, ഒരുപാട് പേർക്ക്. അതുപോലെ മമ്മൂട്ടിയുടെ മോഹനുണ്ടല്ലോ, പുള്ളിയും ഇപ്പം എൻ്റെ പരിചയത്തിൽ എൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത പയ്യൻ തന്നെ പുള്ളി അവിടെ പോയി കഥ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വളരെ നല്ല അപ്രോച്ചാണ് അവർ കാണിക്കുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഈ താങ്കൾ ചോദിച്ചതിൻ്റെ ഉത്തരം പറയാം. ഈ ഒരു പടം മനസ്സിലേക്ക് വന്നപ്പോഴത്തേക്ക് ഒരുപാട് നടന്മാരെ സമീപിച്ചായിരുന്നോ? ഇല്ല, ഈ പടത്തിൽ അങ്ങനെയല്ല. അങ്ങനെ ഇതൊരു 55 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എൻ്റെ മെയിൻ ക്യാരക്ടർ. ജമാൽ എന്നുള്ള ക്യാരക്ടർ തട്ടുകടക്കാരനാണ്. അയാൾ ഈ സിസ്റ്റത്തിന് അഗൻസ്റ്റായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. എന്ത് പ്രശ്നം വന്നാലും സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രത്തിനെ ഉദ്ദേശിച്ചപ്പോൾ ഏറ്റവും നല്ലത് പറ്റിയത് അത് ചോദിച്ചൊരു കാര്യമുണ്ട്. ചോദിച്ചാൽ നമ്മൾ ആദ്യം മനസ്സിൽ കരുതിയത് സുരാജ് വെഞ്ഞാറമൂടനെയാണ്. അങ്ങനെ സുരാജ് ചേട്ടൻ്റെ അടുത്ത് ഞാൻ ആദ്യം എറണാകുളത്ത് പോയിട്ട് വരാൻ പറഞ്ഞു. ഞാൻ എറണാകുളത്ത് പോയിട്ട് പുള്ളിയെടുത്ത് കഥ പറഞ്ഞു. സുരാജ് ചേട്ടൻ്റെ പിന്നെ ഷോർട്ട് ഫിലിമിലും അഭിനയിച്ചിട്ടുണ്ട്, നല്ല ബന്ധമാണ്. അപ്പോൾ അങ്ങനെ എറണാകുളത്ത് വരാൻ പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് പോയി, പ്രൊഡ്യൂസറൊന്നും ഒന്നുമില്ല. ഞാൻ ഒറ്റയ്ക്ക് പോയി പുള്ളിയെടുത്ത് കഥ പറഞ്ഞു. കഥ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ട്രിവാൻഡ്രത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് ഞാൻ വരികയും അങ്ങനെ ഞാൻ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞു. എൻ്റെ പ്രൊഡ്യൂസർ വന്നിട്ട് ചിത്രം ക്രിയേഷൻസാണ്, മറ്റേ നാടോടി മന്നനൊക്കെ എടുത്ത പ്രൊഡ്യൂസറാണ് ചിത്രം. അവരാണ് ഈ ജമാലിൻ്റെ പുഞ്ചിരി എടുത്തിരിക്കുന്നത്. അപ്പോൾ പുള്ളി എടുത്ത് പറഞ്ഞു, പുള്ളി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ മൂവിയാണ്. പുള്ളി അവിടെ വെച്ച് തന്നെ ഡയറക്റ്റായിട്ട് അപ്പം തന്നെ സുരാജിനെ വിളിക്കുക. സുരാജിനെ വിളിച്ചപ്പോൾ വിക്കി ഇവിടെ വന്നിരുന്നു, നമ്മൾ കഥ പറഞ്ഞു, കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ പ്രൊസീഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കഥയുടെ പിന്നെ സ്ക്രിപ്റ്റ് നമ്മൾ എഴുതിയ എൻ്റെ കഥയുടെ സ്ക്രിപ്റ്റ് നേരത്തെ പ്ലാൻ ചെയ്തൊക്കെ പുള്ളി വെച്ചിട്ട് അങ്ങനെ ആ കഥാപാത്രം അദ്ദേഹത്തിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ധാരണയില്ല നമ്മൾ മൂവ് ചെയ്യണത്. അങ്ങനെ കഥ കംപ്ലീറ്റ് ആയത് ഈ കഥയുടെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ഈ നമ്മുടെ പ്രൊഡ്യൂസറുടെ ഒരു ബ്രദറുണ്ട്, കോയമ്പത്തൂർ ജോലി ചെയ്യുന്ന ഒരു സുഭാഷ് എന്ന് പറയും, വി സുഭാഷ് എന്ന് പറയും. പുള്ളി അങ്ങനെ എഴുത്തന്നു. അങ്ങനെ ഇവിടെ പിന്നെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നായകനാണോ ഏതൊരു സിനിമയുടെ ഒരു വർക്കിന് ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിനകത്ത് പുള്ളിയുടെ വർക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ പോയില്ല, പ്രൊഡ്യൂസർ ഈ സ്ക്രിപ്റ്റുമായിട്ട് പോവുക. അപ്പോൾ പുള്ളി വായിച്ചിട്ട് ഇതിപ്പോഴും എനിക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എന്തോ എന്താണെന്ന് അറിയത്തില്ല. അപ്പം ആദ്യം പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ അങ്ങനെ അതുകൊണ്ടാണ് ഈ പ്രോജക്റ്റ് മൂവ് ചെയ്യാനുള്ള കാരണം. അന്ന് സുരാജിനെ കുറച്ച് നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ ഒരു വാല്യൂ ഉള്ളതുകൊണ്ട് അങ്ങനെ നമ്മൾ മൂവ് ചെയ്തതാണ്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് അല്ല പുള്ളി ചെയ്യില്ല, ഞാൻ പോയില്ല, മറ്റേ പുള്ളി മാത്രമേ പോയുള്ളൂ. നമുക്കിതൊന്ന് മാറ്റി വേറെ ഏതെങ്കിലും നമുക്കൊരു സബ്ജക്റ്റാണെങ്കിൽ പിന്നെ നോക്കാം എന്ന് പറഞ്ഞ് പുള്ളിക്ക് പോന്നു. അപ്പം ഞാൻ പ്രൊഡ്യൂസർ അങ്ങനെയാണ് ഒരു കാര്യം ഡ്രോപ്പ് ചെയ്യാം, കാരണം സുരാജ് അല്ലാതെ. പക്ഷേ അപ്പോഴത്തേക്ക് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ പറഞ്ഞു, കോയമ്പത്തൂരുള്ള പുള്ളി പറഞ്ഞു, ഈ ക്യാരക്ടർ സുരാജിനെക്കാളും നല്ലത് ഇന്ദ്രൻസാണ്. കാരണം ദുർബലനായിട്ടുള്ള മനുഷ്യൻ, കാരണം നമുക്ക് പ്രതികരിക്കാൻ പറ്റാത്തൊരാൾ, ഈ കഥാപാത്രത്തിന് ആപ്റ്റായിട്ട് പുള്ളിയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ കഥ പുള്ളിയിലോട്ട് ചെന്നെത്തുന്നത്. അങ്ങനെ പുള്ളി ഇത് വായിച്ചപ്പോഴത്തേക്ക് പുള്ളി വായിച്ചോടെ നമുക്ക് ചെയ്യാം. പക്ഷേ എനിക്ക് ഈ കഥാപാത്രം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ? കാരണം അത് ഭയങ്കര അത്രയും ഒരുപാട് ചേഞ്ച് ഓവറുള്ള കഥാപാത്രമാണ്. വളരെ നല്ലൊരു കഥാപാത്രം. പുള്ളിക്ക് അവാർഡും കിട്ടിയാന് 4 അവാർഡും കിട്ടി. പിന്നെ ഞാൻ പറയും പിന്നെ ഇന്ദ്രന് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് പുള്ളി നമ്മുടെ ജമാലിൻ്റെ പൂജ ജോയിൻ ചെയ്യുന്നത്.
അങ്ങനെ പുള്ളി വളരെയധികം നമുക്ക് ഹെൽപ്പ് ചെയ്തു, വളരെയധികം. അപ്പം അങ്ങനെ സുരാജ് വേണ്ടെന്ന് വെച്ച കഥാപാത്രം ഇന്ദ്രൻസ് പൊളിച്ചടുക്കി അല്ലേ? അതെ അതെ, പൊളിച്ചിട്ട് ക്യാരക്ടർ നമ്മൾ അയാൾ തന്നെ. പക്ഷേ ആ വയസ്സിൻ്റെ ഒരു ആ പ്രായം ശരിക്കും പറഞ്ഞാൽ ആ കഥാപാത്രം പിന്നെ സുരാജേട്ടനെക്കാളിലും പിന്നെ നമുക്ക് തോന്നിയത് പുള്ളിയാണ് കുറച്ചുകൂടെ ആപ്റ്റ് എന്നാണ് തോന്നിയത്. കാരണം അത്രയും പ്രായമായിട്ടും ഈ സിസ്റ്റത്തിന് അഗൻസ്റ്റായിട്ട് ഗവൺമെൻറ്റിനെതിരായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ സുരാജ് ആയിരുന്നു കുറച്ച് കച്ചവടം നടന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് സങ്കടമുള്ള കാര്യമായി. തീർച്ചയായിട്ടും അത് എപ്പോഴും അങ്ങനെയാണല്ലോ. കാരണം എപ്പോഴും എന്ത് പറഞ്ഞാലും അവർക്കുള്ള മാർക്കറ്റ് വാല്യൂ മറ്റുള്ളവർക്കൊന്നും കിട്ടില്ല. സുരാജ് വയസ്സൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച് വിജയിപ്പിച്ച ആൾ കൂടിയല്ലേ? അതെ, ആ മാൻഡ്രോയിഡ് മറ്റേ പിന്നെ അതിലും വളരെ നന്നായിട്ട് ഉള്ള കഥാപാത്രമായിരുന്നു. തീർച്ചയായിട്ടും പുള്ളി, ഞാൻ പറഞ്ഞില്ല ആദ്യം കഥ പറഞ്ഞ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട് പുള്ളി ചെയ്യാമെന്ന് പറഞ്ഞതാണ്. പിന്നെ പുള്ളി സ്ക്രിപ്റ്റ് വായിച്ച് നോക്കിയപ്പോൾ എന്തോ അറിയില്ല, അതിൻ്റെ എന്താണോ അറിയില്ല, അങ്ങനെ പുള്ളി പറഞ്ഞു ഞാനത് നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇന്ദ്രൻസ് നമ്മൾ അല്ല, അത് തീർച്ചയായിട്ടും അറിയുമല്ലോ, എന്താണെങ്കിലും അറിയും, നമ്മൾ ഇങ്ങനെ അറിയും. അതായാലും നമ്മൾ പറഞ്ഞില്ലെങ്കിലും പുള്ളി അറിയും. പക്ഷെ അത് പുള്ളിക്ക് അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. നമ്മൾ വേറെ ആളുടെ പറഞ്ഞിട്ട് രണ്ടാമത് അതിലൊന്നും അങ്ങനെയൊന്നും പുള്ളിക്കുള്ള പ്രശ്നങ്ങളുള്ള ഒരാളൊന്നും അല്ല സംഭവം. ഒരു പുതിയ സംവിധായകനാണെന്ന രീതിയിൽ നേരത്തെ അതിനുമ്പ് പടങ്ങൾ ചെയ്തിട്ടുമില്ല. ഒരു വെല്ലുവിളിയായിരുന്നു ഈ നടന്മാരുടെ ഡേറ്റ് കിട്ടാനും അവർക്കൊരു വിശ്വാസം വരണം. തീർച്ചയായിട്ടും എല്ലാ പുതിയ ഡയറക്ടേഴ്സിനും ആ ഒരു വെല്ലുവിളി ഉണ്ടാവും. കാരണം നമ്മൾ അവരുടെ കാലിബർ എന്താണെന്നുള്ള കാര്യം അവിടെ ചെല്ലുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ആദ്യമായിട്ടൊരു കഥ പറയാൻ പോകുമ്പോഴത്തേക്കോ ഒരാളിനെ കാണാൻ പോകുമ്പോഴത്തേക്കോ നമ്മുടെ അപ്രോച്ച് നമ്മളുടെ അപ്രോച്ച് ശരിയാവണമെന്നില്ല. വേണ്ടെന്ന് പറഞ്ഞ് വിട്ട ഒരുപാട് പേരുണ്ട്. പിന്നെ നോക്കാൻ എങ്ങനെ പറഞ്ഞു ഒഴിവാക്കുന്ന എങ്ങനെ വരും? അത് നമ്മൾ നോക്കാൻ കേട്ടോ, അത് പറയാമെന്ന് പറയും. പറയാതെ പിന്നെ പറയലൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കും. പിന്നെ കുറേ കാലം കഴിയുമ്പോൾ നമ്മളും അങ്ങ് അത് കളയും. പക്ഷേ ഈ അന്നത്തെ കാലത്തെ പോലെ അല്ല ഇന്നത്തെ കാലഘട്ടം. ഇന്ന് നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ ചോദിച്ചതിന് അതിൻ്റെ മറുപടിയായിട്ട് ഞാൻ പറയണം. 30-35 വർഷം കഷ്ടപ്പെട്ടവരാണ് ഞങ്ങൾ സിനിമാ ഫീൽഡിൽ. അത് അങ്ങനെ ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്. ഒന്നും ആവാത്ത ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്. ഒരുപാട് നല്ല സുഹൃത്ത് എനിക്കിപ്പോഴും അറിയാം. ഇപ്പോഴും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അസിസ്റ്റന്റ് ഡയറക്ടറുടെ പണിയെന്ന് വെച്ചാൽ വളരെ കഷ്ടപ്പെട്ട പണിയാണ്. അതിൻ്റെ വിഷമം നിങ്ങൾക്ക് അറിയത്തില്ല. ഒരു വിഷയങ്ങൾ അങ്ങനെ പോയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഭയങ്കര പണിയാണ്. അയാൾക്ക് ഉറക്കമില്ല. രാത്രി ഒരുപാട് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഇങ്ങനെ പലരും രാത്രി വാർത്തയിൽ കാണുന്നുണ്ടായിരിക്കും. രാവിലെ 4-5 മണിക്ക് എണീക്കുക, ചാർട്ട് ചെയ്യുക, അത് ചെയ്യുക, മറ്റേ ചെയ്യുക, മറിച്ച് ചെയ്യുക, എല്ലാം രാത്രി 12 മണി 1 മണിയാകുമ്പോഴത്തേക്ക് അവന് ഫുഡും കൊടുക്കില്ല. എന്നാൽ ഒരു ശരിക്കുള്ള ശമ്പളം കൊടുക്കുമോ? അതുമില്ല. എല്ലാ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാണ്.